1892 കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് പരസ്പരം ഒത്തുകൂടാനും ചർച്ചകൾ ചെയ്യാനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതുവേദിയെക്കുറിച്ച് സാഹിത്യകാരന്മാരിൽ പലരും ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അക്കാലത്താണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെയും ഒക്കെ താല്പര്യത്തിലും ഉത്സാഹത്തിലും പ്രോത്സാഹത്തിനുമൊക്കെ ആയിട്ട് കോട്ടയത്ത് ഒരു കവിസമാജം എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. കേരളത്തിൽ പലയിടങ്ങളിലുമുള്ള ഭാഷയ്ക്ക് ഐക്യമുണ്ടാക്കുക, ഗദ്യസാഹിത്യത്തിന് അതായത് കഥകൾ, ലേഖനങ്ങൾ പോലുള്ള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുക, പ്രാചീനമായിട്ടുള്ള കൃതികൾ കണ്ടെത്തി അവ പ്രസിദ്ധീകരിക്കുക എന്നിവയൊക്കെയായിരുന്നു കവിസമാജം എന്ന സംഘടനയുടെ പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യം. പിന്നീട് ഈ ഒരു സംഘടനയുടെ പേര് ഭാഷാഭൂഷണി എന്നാക്കണമെന്നും സമാജത്തിൻ്റെ പേരിൽ ഒരു ത്രൈമാസിക പ്രസിദ്ധീകരിക്കണമൊക്കെയുള്ളൊരു തീരുമാനമായി. ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1893 ഭാഷാഭൂഷണി എന്നൊരു മാസിക പ്രസിദ്ധീകരിച്ചു തുടങ്ങി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ. അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെല്ലാം ഈ ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു വന്നിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം വലിയ രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അത്തരത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഉള്ളൂർ, മൂർക്കോത്ത് കുമാരൻ, CV കുഞ്ഞിരാമൻ, PK നാരായണപിള്ള, CS സുബ്രഹ്മണ്യം പോറ്റി തുടങ്ങിയവരുടെയൊക്കെ ഒരു പങ്കാളിത്തം ഭാഷാഭൂഷണി എന്ന മാസികയുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ആധുനികതയുടെ ഒരു പരിഭാഷ നൽകി വന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് ഭാഷാഭൂഷണി നിലച്ചു പോയെങ്കിലും, പ്രസിദ്ധീകരണം നിലച്ചു പോയെങ്കിലും പിന്നീട് വീണ്ടും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു.